ഞാനൊരു ഇടതുപക്ഷക്കാരനായിരുന്നു, വോട്ട് കൊടുത്തിട്ട് ഞാൻ ഒറ്റ വോട്ടിന് അവന് കൊടുക്കത്തില്ല, മെമ്പർ കൊടുക്കത്തില്ല. ഞാൻ ഉള്ള കാര്യമായിട്ട് പറഞ്ഞ കൊടുക്കത്തില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ മുതലാകത്തില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ സൈഡേ അവർ തരത്തുള്ളൂ. 50 രൂപയുടെ ഓട്ടം പോയി, അല്ലെങ്കിൽ 30 രൂപയുടെ ഓട്ടം കഴിഞ്ഞാൽ 100 രൂപയുടെ ഓട്ടം പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് 40 രൂപ കിട്ടും. ഇവര് ഇപ്പൊ കമ്മീഷണർ എവിടെ നിന്ന് പറയും നിങ്ങൾ കൂട്ടിയോ വാങ്ങിച്ചോ അങ്ങനെ ചെയ്ത യാത്രക്കാരെ യാത്രക്കാരെ കൂടുതൽ പിടിച്ചു പറിക്കുന്നത്. ഇത് പട്ടിണി കിടന്ന് ഇത് ഓടിക്കും. ഇത് ഇത്ര നേരം വന്നത് 50 രൂപ ഓടിക്കും. 50 രൂപ ഇപ്പൊ ചായ കുടിച്ചതേ ഉള്ളൂ. ഞങ്ങൾ ഡീസൽ അടിക്കുന്നത് തന്നെ 100ന്റെ മേളിലോട്ടാ. ഒരു ഓട്ടം പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് ഓട്ടോയെ കിട്ടുന്നില്ല. റിട്ടേൺ കയറിയാൽ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞാൽ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. അവരെ ഓരോ കാരണങ്ങൾ ഇതേ വരുന്നുള്ളൂ. ഓട്ടവും കിട്ടും ഇല്ലാതാകുമ്പോൾ ഈ 40 രൂപയൊക്കെ ഓടി മുതലാകും. 1 ലിറ്റർ ഡീസൽ 140 രൂപ. സർക്കാരിന്റെ ഏത് സാധനത്തിന് വിലയില്ലാത്തത്? ഉപ്പ് കൂട്ട് കർപ്പൂരം വരെ ഇവർ വില കയറ്റിക്കൊണ്ടിരിക്കുക. സാധാരണപ്പെട്ടവരെങ്ങനെ ജീവിക്കും ഇവരിറമ്പി? ഇവര് ഇപ്പൊ കമ്മീഷണർ എവിടെ നിന്ന് പറയും നിങ്ങൾ കൂട്ടിയോ വാങ്ങിച്ചോ അങ്ങനെ ചെയ്ത യാത്രക്കാരെ യാത്രക്കാരെ കൂടുതൽ പിടിച്ചു പറിക്കുന്നത്. ഇത് പട്ടിണി കിടന്ന് ഇത് ഓടിക്കും. ഇത് ഇത്ര നേരം വന്നത് 50 രൂപ ഓടിക്കും. 50 രൂപ ഇപ്പൊ ചായ കുടിച്ചതേ ഉള്ളൂ. ഒരു വീട് കഴിഞ്ഞ് പോകണേ ഇതും കൊണ്ട് ഇറങ്ങി ഒരു 1000 രൂപ അല്ലേ ഇപ്പോൾ ഒരു വീട് സാധാരണപ്പെട്ട കഴിയാൻ പറ്റുമോ? എന്തൊരു സാധനം ഇല്ലാത്ത ഇവരെ കയറി ഇരുന്ന് മൊത്തം നശിപ്പിക്കുക അല്ലാതെ വേറൊന്നുമില്ല. ഞാനൊരു ഇടതുപക്ഷക്കാരനായിരുന്നു, വോട്ട് കൊടുത്തിട്ട് ഞാൻ ഒറ്റ വോട്ടിന് അവന് കൊടുക്കത്തില്ല, മെമ്പർ കൊടുക്കത്തില്ല. ഞാൻ ഉള്ള കാര്യമായിട്ട് പറഞ്ഞ കൊടുക്കത്തില്ല. ഞാൻ ഇവരെ കയറി ഇരുന്ന് മൊത്തം നശിപ്പിക്കുക അല്ലാതെ വേറൊന്നുമില്ല. ഞാനൊരു ഇടതുപക്ഷക്കാരനായിരുന്നു, വോട്ട് കൊടുത്തിട്ട് ഞാൻ ഒറ്റ വോട്ടിന് അവന് കൊടുക്കത്തില്ല, മെമ്പർ